നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. ക്ഷേത്രങ്ങളിലും വീടുകളിലും കർക്കിടക ബാവുബലി നടന്നു. പന്തിരിക്കര കൂവപ്പൊയിൽ പിണ്ടപ്പാറ ശിവവിഷ്ണു ക്ഷേത്രത്തിൽ തന്ത്രി കോഴിക്കോട് പ്രസൂൺ നേതൃത്വം നൽകി. പന്തിരിക്കരയ്ക്ക് സമീപം തെക്കൻ തിരുനെല്ലി എന്നറിയപ്പെടുന്ന കൂവപ്പൊയിൽ പിണ്ടപ്പാറ ശിവവിഷ്ണു ക്ഷേത്രത്തിൽ പുലർച്ചെ 3 മണി മുതൽ നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് കർക്കിടക വാവുബലി സമർപ്പിക്കാൻ എത്തിയത്. ബലിതർപ്പണം നടത്താൻ എത്തിയവർക്ക് സൗകര്യപ്രദമായ സ്ഥലവും ലഘുഭക്ഷണവും ഒരുക്കിയതായി ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് മാധവൻ പറഞ്ഞു. തിലോദകം സമർപ്പയാമി, തിലോദകം സമർപ്പയാമി, തിലോദകം സമർപ്പയാമി, തിലോദകം സമർപ്പയാമി. തിരിഞ്ഞ് നേരെ വടക്കോട്ട് തിരിഞ്ഞ് നിൽക്കുക. ആദ്യം കുടുംബത്തിലെ ഗുരുകാരന്മാരെയൊക്കെ നല്ലോണം പ്രാർത്ഥിക്കുക. കുടുംബദേവതനെ പ്രാർത്ഥിക്കുക, ഇഷ്ടദേവതനെ പ്രാർത്ഥിക്കുക. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടദേവത ഉണ്ടാവും. ഇഷ്ടദേവതനെ പ്രാർത്ഥിക്കുക. നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് അവിടെ ഒരു ഗ്രാമദേവത ഉണ്ടാവും. ഗ്രാമദേവതനെ പ്രാർത്ഥിക്കുക. ഭാരതത്തിലെ എല്ലാ പുണ്യതീർത്ഥ സങ്കേതങ്ങളും മനസ്സിൽ പ്രാർത്ഥിക്കുക. ആ പുണ്യതീർത്ഥ സങ്കേതങ്ങളിലും കൂടെയൊക്കെ നിങ്ങളെ മനസ്സും ഈ പിതൃക്കളെ ചൈതന്യമായിട്ട് യാത്ര ചെയ്യാം. ഒരു പക്ഷേ ഈ പിതൃക്കളെ കൂടെ ഒരു പക്ഷേ അവിടെയൊന്നും നിങ്ങൾക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല അവർ ജീവിച്ചിരിക്കുമ്പോൾ. എന്നാൽ ഇപ്പോൾ നിങ്ങളെ മനസ്സും ഈ പിതൃക്കളെ ചൈതന്യമായിട്ട് ഭാരതത്തിലെ എല്ലാ പുണ്യതീർത്ഥ സങ്കേതങ്ങളും യാത്ര ചെയ്ത് അവിടെയുള്ള ദേവതാ ചൈതന്യങ്ങളോട് മനസ്സുരുകി പ്രാർത്ഥിക്കാം. ഈ പിതൃക്കൾക്ക് എത്രയും പെട്ടെന്ന് മോക്ഷപ്രാപ്തി ലഭിക്കണമേ, എൻ്റെ പിതൃക്കൾക്ക് എത്രയും പെട്ടെന്ന് മോക്ഷപ്രാപ്തി ലഭിക്കണമേ, തനിക്ക് തൻ്റെ കുടുംബത്തിന് സർവൈശ്വര്യങ്ങളുണ്ടാവട്ടെ, സമ്പൽ സമൃദ്ധി ഉണ്ടാവട്ടെ. ബലി ചെയ്യാനുള്ള എല്ലാ ആളുകളും ആ പൂജാദ്രവ്യങ്ങൾ വെച്ച ഇലയിൽ ഒരു നുള്ളി ചന്ദനം, ഒരു നുള്ള എള്ള്, ഒരു നുള്ള അക്ഷതം, ഒരു കൂർച്ചപ്പുല്ല്, ഒരു പവിത്രമോതിരം, ഒരു ചെറിയ ചെറിയ പുല്ലുകൾ, ഇത്രയും സാധനങ്ങളില്ല. നെല്ലിക്കോട് നിന്നാണ്. 10 വർഷമായി ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. ഈ ക്ഷേത്രം ഞാൻ വന്ന സമയത്ത് ഒരു ഭജനമഠമായിട്ടാണ് കണ്ടത്. ഇപ്പോൾ ഈ സ്റ്റേജിൽ എത്തിക്കാൻ നമ്മുടെ നാട്ടുകാരും ജാതി മത ഭേദമന്യേ എല്ലാവരും സഹകരിച്ച് നമ്മളെ ഈ രീതിയിൽ എത്തിച്ചു കൊണ്ടുവന്നു. അവിടെ നമ്മൾ പ്രതിഷ്ഠ 2018 ഏപ്രിലായിരുന്നു. അന്ന് തൊട്ട് നിത്യപൂജയുണ്ട്. നിത്യപൂജയിൽ രാവിലെയും വൈകുന്നേരവും പൂജയാണ്. പിന്നെ ബലി ദർപ്പണമുണ്ട്. അത് എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് 6:30 ഇവിടെ തുടങ്ങും. പ്രത്യേകിച്ച് വാവുകളിൽ അതുപോലെ തന്നെ കർക്കിടക ഭവനാണ്. ഏതാണ്ട് 2500-3000 ആളുകൾ ബലിയിടാനും അവിടെ കൂടെ വരുന്ന ആളുകളും കൂടി ഒരു 5000 ആൾ ഇവിടെ വന്നു ചേരാറുണ്ട്. അതിൽ തുടർച്ചയായി നമ്മൾ വളരെ നല്ല രീതിയിൽ ഈ പ്രവർത്തനം മുന്നോട്ട് പോകുന്നുണ്ട്. ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാരവാഹികളെല്ലാം അകമഴിഞ്ഞ സഹകരണത്തോടെയാണ് നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയും ഇത്രമാത്രം ഭംഗിയായി നടത്താൻ സാധിച്ചു. അതോടുകൂടി ഈ ക്ഷേത്ര കമ്മിറ്റി ആളുകൾക്കും ഈ ഇവിടെ വന്ന് ചേർന്ന ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും വളരെ നന്ദി രേഖപ്പെടുത്തുന്നു. ബലിതർപ്പണം നടത്തിയ സ്ത്രീകൾക്ക് വസ്ത്രധാരണയ്ക്ക് വേണ്ടി പ്രത്യേക സാഹചര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പുരുഷന്മാർക്കും പ്രത്യേകിച്ച് ഒരു വിഭാഗം നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തൊട്ടടുത്ത വീട്ടിലെ ആളുകളും നല്ലൊരു സഹകരണമുണ്ട്. അതോടുകൂടി എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മുടെ പ്രതീക്ഷിച്ചതുപോലെ അതിനേക്കാളും ഭംഗിയായിട്ട് മുന്നോട്ട് പോയെന്നുള്ളതിലാണ് ഏറ്റവും. കർക്കിടക വാവുബലിക്ക് എത്തിയവർക്ക് കുളിക്കടവിലും മറ്റും പോലീസ്, ഫയർഫോഴ്സ്, ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങൾ എന്നിവരുടെയും സേവനം ലഭിച്ചതായി സെക്രട്ടറി രവീന്ദ്രൻ പറഞ്ഞു. തെക്കൻ തിരുനെല്ലി എന്നറിയപ്പെടുന്ന പിണ്ടപ്പാറ ശിവവിഷ്ണു ക്ഷേത്രത്തിൽ ഈ വർഷത്തെ കർക്കിടക വാവുബലി അർപ്പണം പുലർച്ചെ 3 മണിക്ക് തന്നെ കോഴിക്കോട് പ്രസൂൺ ശാന്തിയുടെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത്. ഏതാണ്ട് 3000-ൽ പരം ഭക്തജനങ്ങൾ ബലിതർപ്പണത്തിനായും 2000-ലേറെ ഭക്തജനങ്ങൾ ക്ഷേത്ര ദർശനത്തിനുമായും ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്നു. കുറ്റ്യാടിപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ക്ഷേത്രത്തിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളും, പ്രഭാത ഭക്ഷണം, പാർക്കിംഗ് സൗകര്യം, കൂടുതൽ വഴിപാട് കൗണ്ടറുകൾ എന്നിവ ഒരുക്കിക്കൊണ്ടാണ് ഈ വർഷത്തെ ക്ഷേത്ര പരിപാടികൾക്ക് ക്ഷേത്ര കമ്മിറ്റി ആസൂത്രണം ചെയ്തത്. തിരുവണ്ണാമൊഴി പോലീസ്, പേരാമ്പ്ര ഫയർ സ്റ്റേഷനിലെ ഓഫീസർമാർ, ക്ഷേത്ര വളണ്ടിയർമാർ തുടങ്ങിയ എല്ലാവരും തന്നെ തിരക്ക് നിയന്ത്രിക്കുന്നതിനും സുഗമമായ ബലിതർപ്പണം നടത്തി ഭക്തജനങ്ങൾക്ക് ക്ഷേത്ര ദർശനം നടത്തി പോകാനും വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. സഹകരിച്ച എല്ലാ ഭക്തജനങ്ങൾക്കും ക്ഷേത്ര കമ്മിറ്റി, മീഡിയ പ്രവർത്തകർ ഉൾപ്പെടെ തിരുവണ്ണാമൊഴി പോലീസ്, അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥർ തുടങ്ങിയ മുഴുവൻ ആളുകൾക്കും പിണ്ടപ്പാറ ശിവക്ഷേത്ര സമിതിയുടെ അകവഴിഞ്ഞ നന്ദി ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തുകയാണ്.
ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുടെയും ഭക്തജനങ്ങളുടെയും സഹകരണ മനോഭാവത്തോടെയാണ് പ്രവർത്തിച്ചതെന്ന് വാവുബലി സമർപ്പിക്കാനെത്തി ചന്ദ്രമന രാമചന്ദ്രൻ പറഞ്ഞു. നമസ്കാരം. പിണ്ടപ്പാറ ശിവ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ സന്നിധിയിലാണ് കർക്കിടക വാവുബലി നടക്കുകയാണ്. 10,000 ഇപ്പം തന്നെ ബലിയിട്ട് കഴിഞ്ഞു. ഇന്നലെ രാത്രി 1 മണി മുതൽ നല്ല നല്ലൊരു അന്തരീക്ഷമാണ്. അതുപോലെ ഇവിടെയുള്ള ക്ഷേത്ര ഭാരവാഹികളും പ്രവർത്തകരും ഒക്കെ വളരെ സൗമ്യമായിട്ടും വലിയൊരു ഇതൊന്നുമില്ലാതെ വളരെ സന്തോഷത്തോടുകൂടിയും സൗമ്യമായിട്ടുമാണ് ഭക്തരുമായിട്ട് ഇടപെടുന്നത്. അതുകൊണ്ട് തന്നെ ഭക്തന്മാർ ബലിയിടുന്ന ആളുകൾ വളരെ അച്ചടക്കത്തോടു കൂടിയാണ് ഇവിടെ പെരുമാറുന്നത്. നല്ലൊരു അന്തരീക്ഷമാണ്. നമ്മൾ കർക്കിടക വാവുബലി വളരെ ഭംഗിയായിട്ടാണ് നടക്കുന്നത്. പിതൃക്കൾക്ക് പിതൃയജ്ഞത്തിൻ്റെ കർക്കിടക മാസത്തിൽ എത്രയും പിതൃയജ്ഞത്തിന് വേണ്ടിയിട്ട് ജനങ്ങളുടെ ഈ ഒരു ഒഴുക്ക് കാണുമ്പോൾ തന്നെ നമ്മുടെ കുടുംബസങ്കല്പവും അതുപോലെ തന്നെ വീട്ടിലെ അച്ചടക്കവും കാര്യങ്ങളും ഭക്തിയെല്ലാം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു നല്ല ലക്ഷണമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ രാമേന്ദ്രൻ, ചന്ദ്രവന. ജാതിമത പരിഗണന ഇല്ലാതെ തന്നെ ക്ഷേത്രത്തിൽ എന്തു പരിപാടി ഉണ്ടെങ്കിലും സഹകരിക്കുന്ന തോമസ് ഫിലിപ്പ് മാസ്റ്റർ ഇത്തവണയും ക്ഷേത്രാങ്കണത്തിലെത്തി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുമായി മതസൗഹാർദ്ദ സംഭാഷണം നടത്തി. ഈ പിണ്ടപ്പാറ ക്ഷേത്രത്തില് എല്ലാ വർഷവും ഇങ്ങനെ ഈ കർക്കിടവാവിനോടനുബന്ധിച്ച് നടക്കുന്ന ഈ പിതൃതർപ്പണ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനും ഈ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ എല്ലാ വർഷവും ഇവിടെ എത്താറുണ്ട്. ഇവിടുന്ന് 1 കിലോമീറ്റർ അകലെയാണ് എൻ്റെ വാസസ്ഥലം. എങ്കിലും ഞാൻ മിക്കവാറും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഇവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരൊക്കെയാണ്. അപ്പോൾ ഞാൻ എല്ലാ പരിപാടികളിലും ഇവിടെ വന്ന് പങ്കെടുക്കാറുണ്ട്, എന്നെ വിളിക്കാറുണ്ട്, ക്ഷണിക്കാറുണ്ട്. അങ്ങനെ അപ്പോൾ ഞാൻ പള്ളിയുടെ ഒരാളാണ്. അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ ഇങ്ങനെയുള്ള ഉത്സവത്തിൻ്റെ കമ്മിറ്റിയൊക്കെ കൂടുമ്പോഴും അവരെന്നെ വിളിക്കാറുണ്ട്. ഞാൻ ഈ പരിപാടികളിലൊക്കെ വന്ന് പങ്കെടുക്കാറുണ്ട്. ഞാൻ അധ്യാപകനായിട്ട് റിട്ടയറായ ആളാണ്. മരുതോങ്കര സെന്റ് മേരീസ് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്ററായിട്ടാണ് റിട്ടയർഡ് ആയത്. എൻ്റെ സ്വദേശം പാലായാണ്. അപ്പോൾ ഞാൻ പാലായിൽ എൻ്റെ വീടിനടുത്ത് തന്നെ ഒരു ഭഗവതി ക്ഷേത്രം ഉണ്ടായിരുന്നു. എല്ലാ വർഷവും അവിടെ ഈ മേടം 10-ന് 10ാമത്തെ മഹോത്സവം നടക്കും. അപ്പോൾ എൻ്റെ ചെറുപ്പം മുതലേ അത് കണ്ടും അവരുടെ കൂടെയൊക്കെ കൂടിയും ഞാനും എൻ്റെ വീട്ടുകാരും ഒക്കെ ആ ക്ഷേത്രവുമായിട്ട് എല്ലാ പരിപാടികളിലും അങ്ങനെ ഞങ്ങൾ പങ്കെടുക്കുകയും സഹകരിക്കുകയും ചെയ്യുമായിരുന്നു. ആ ഒരു പാരമ്പര്യം ഉള്ളതുകൊണ്ട് ഇവിടെ വന്നപ്പോഴും എൻ്റെ വീടിന്റെ സമീപത്തുള്ള ഈ ക്ഷേത്രത്തിലെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കുകയും അതുപോലെ നമ്മൾ ജാതി മത വർഗ വർണ്ണ ഭേദമന്യേ നമ്മൾ ജാതിക്കും മതത്തിനും അതീതമായിട്ട് മനുഷ്യനെ സ്നേഹിച്ചുകൊണ്ട് എല്ലാവരും ഒത്തുചേരണം എന്നുള്ളൊരു സന്ദേശം നൽകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ഞാൻ ഈ കാണുന്നവരോടും എൻ്റെ സുഹൃത്തുക്കളോടും അടുത്തുള്ളവരോടും ഞാൻ പറയുകയും ചെയ്യും. അത് നല്ലൊരു അനുഭവമായിട്ടാണ് എല്ലാ വർഷവും ഇവിടെ വരുമ്പോൾ എനിക്ക് അനുഭവപ്പെടാറുള്ളത്. കോഴിക്കോട് പ്രസൂൺ ശാന്തി വാവുബലിക്ക് നേതൃത്വം നൽകി. ഇനിയും ക്ഷേത്രത്തിൽ നവീകരണം നടത്തി തെക്കൻ തിരുനെല്ലി എന്ന ശിവവിഷ്ണു ക്ഷേത്രത്തെ ഇനിയും ഉയർത്താൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.